ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് SSCRT ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? നമ്മുടെ കുടുംബം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മുടെ കുടുംബം, ചെറിയൊരു ചാപ്റ്ററാണ് നമ്മുടെ കുടുംബം. അതേപോലെ ഈ വീഡിയോയിൽ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കരുതലോടെ ചെലവിടാം. ചെറിയ 2 കുഞ്ഞു ചാപ്റ്ററാണ്, ഒരു 10 മിനിറ്റുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഏതെങ്കിലും ഒരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 3ാമത്തെ ചാപ്റ്ററിലൊരു ചോദ്യം ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞതാരാണ് എന്നൊരു രീതിയിലെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാതെ പോയാൽ, അല്ലേ, SSCRT ടെക്സ്റ്റ് ബുക്ക് പഠിക്കാതെ പോയാൽ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടാകും. അപ്പം ഇതിൽ അറിയുന്ന കാര്യമാണ് കൂടുതൽ, അറിയാത്ത 1-2 പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, ഓടിച്ച് വീഡിയോ കണ്ടിട്ട് പോവുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഉപകാരപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്ന് ഞാൻ പറയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും, പക്ഷേ ആരും എന്ത് ചെയ്യാറില്ല. എൻ്റെ വീഡിയോ കാണുന്ന 78% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് പഠിച്ച് ഒരു മാർക്കെങ്കിലും നേടാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നോക്കി, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? നമ്മുടെ കുടുംബം. ചാപ്റ്ററിൻ്റെ പേര് നമ്മുടെ കുടുംബം എന്നാണ്, അല്ലേ? അതുമായി ബന്ധപ്പെട്ട് നോക്കിയേ, എന്താ കുടുംബം എന്ന് വെച്ചാൽ നോക്കി, എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം എന്ന് പറയും, അല്ലേ? കുടുംബം എന്ന് പറയുന്നത് എന്താണ്? അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് ഏത്? കുടുംബം. അതേപോലെ നോക്കൂ, സമൂഹത്തിലെ ചിട്ടകളും മര്യാദകളും ജീവിത രീതികളും ആദ്യമായി നാം പഠിക്കുന്ന എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്, അല്ലേ? നമ്മൾ പറയാറുണ്ട് എന്താണ്? നല്ലത് പഠിക്കാത്തത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണെന്ന് പറയാറുണ്ട്, അല്ലേ? അപ്പം സമൂഹത്തിൻ്റെ ചിട്ടകൾ, മര്യാദകൾ, ജീവിത രീതികൾ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണോ? അല്ല, കുടുംബത്തിൽ നിന്നാണ്, അല്ലേ? ഓക്കെ, അതേപോലെ നോക്കൂ, സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അത് വളർത്തുന്നതും എവിടുന്നാണ്? കുടുംബമാണ്. അപ്പോൾ സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അത് വളർത്തുന്നതും നിലനിർത്തുന്നതാണ് കുടുംബമാണ്. അതേപോലെ നോക്കി, സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണത്? കുടുംബമാണ്. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് കാര്യങ്ങൾ പഠിച്ചല്ലോ. നമ്മൾ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്നതാണത് കുടുംബം എന്ന് പറയുക. അതേപോലെ നമ്മുടെ സമൂഹത്തിലെ മര്യാദ ചിട്ടയൊക്കെ പഠിക്കുന്ന എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അതേപോലെ നോക്കി, സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്ന എവിടെ നിന്നാണ്? അല്ലേ? അത് നിലനിർത്താൻ പഠിക്കുന്നതൊക്കെ കുടുംബത്തിൽ നിന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നതാണ് കുടുംബമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് നോക്കി, എങ്ങനെയാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്? ഒരു ചെയിൻ ഉണ്ട്, അല്ലേ? ഒരു എങ്ങനെയാണ് സമൂഹം ഉണ്ടാകുന്നത്? ഒരു ഓർഡർ നോക്കി, വ്യക്തികൾ ചേർന്നുണ്ടാവുന്നു, കുടുംബങ്ങളാകുന്നു, കുടുംബങ്ങൾ ചേർന്നുണ്ടാവുന്നു, സമുദായങ്ങളുണ്ടാകുന്നു, സമുദായങ്ങൾ ചേർന്നുണ്ടാവുന്നു, സമൂഹം ഉണ്ടാകുന്നു. ഈ ഓർഡറിന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അതേപോലെ നോക്കൂ, കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ 3ആയി തരംതിരിക്കാം. നമുക്ക് എത്രയായി തിരിക്കാം? ഏതൊക്കെയാണ്? ഒന്ന്, അണുകുടുംബം. രണ്ടാമത്തെ എന്താണ്? വിസ്തൃത കുടുംബം. മൂന്നാമത്തത് കൂട്ടുകുടുംബം. അപ്പോൾ കുടുംബത്തിൻ്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രയായി തിരിഞ്ഞിരിക്കാം? 3ആയിട്ട് തിരിക്കാം. അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ പോയാൽ മിനിമം നമ്മൾ ഏത് എഴുതി വയ്ക്കുള്ളൂ? നമ്മൾ 2 എഴുതി വയ്ക്കുള്ളൂ. ഏതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഏതൊക്കെയാണ്? അണുകുടുംബം, കൂട്ടുകുടുംബം. ഈ 2 നമ്മൾ എഴുതി വയ്ക്കുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യുക? കുടുംബത്തിൻ്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ 3ആയിട്ടാണ് തരംതിരിക്കുക. ഓക്കെ, അങ്ങനെ മൈന്യൂട്ടായുള്ള പോയിന്റുകൾ ടെസ്റ്റ് വായിച്ചാലേ കിട്ടുള്ളൂ എന്നതുകൊണ്ടാണ് ഈ ചെറിയൊരു വീഡിയോ, അല്ലാതെ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആയതുകൊണ്ടല്ല. ഓക്കെ, ഇത് നോക്കൂ, എന്താണ് ഈ 3 എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന കുടുംബത്തിന് പറഞ്ഞ പേരാണെന്ത്? അണുകുടുംബം. അപ്പോൾ അണുകുടുംബം എന്ന് പറയുന്നത് എന്താണ്? അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന കുടുംബം അറിയപ്പെടുന്ന പേരാണെന്ത്? അണുകുടുംബം. മനസ്സിലായല്ലോ? അപ്പോൾ അച്ഛനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്നതാണ് അണുകുടുംബം എന്ന് പറയും, അല്ലേ? അടുത്ത് നോക്കി, അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവും അടങ്ങുന്നതാണ് ഏത്? വിസ്തൃത കുടുംബം എന്ന് പറയുക. അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ളത് അണുകുടുംബം. അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവും അറിയപ്പെടുന്നതാണത് വിസ്തൃത കുടുംബം എന്നറിയപ്പെടും, അല്ലേ? അടുത്ത് നോക്കി, 3-4 തലമുറകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതിന് പറഞ്ഞ പേരാണെന്ത്? കൂട്ടുകുടുംബം. 3-4 തലമുറകൾ ഒരു കുടുംബത്തിൽ, അല്ലേ, ഒന്നിച്ച് താമസിക്കുന്ന പറഞ്ഞ പേരാണ് കൂട്ടുകുടുംബം. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ അച്ഛനും അമ്മയും
മക്കൾ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും, അണുകുടുംബം എന്ന് പറയും. അച്ഛനും അമ്മയും മക്കളും അവരുടെ മക്കളും, അതൊക്കെ നമുക്കിപ്പോൾ കാണാം അല്ലേ, ഇപ്പോഴും അതൊക്കെ ചില വീടുകളിൽ കാണാം അല്ലേ. അപ്പോൾ അത് ഏതാണ്, വിസ്തൃത കുടുംബം എന്നറിയപ്പെടും. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ 3-4 തലമുറകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന പറഞ്ഞ പേരാണ് കൂട്ടുകുടുംബം. അതിപ്പോൾ കാണാനതാണ് വളരെ വിരളമാണ്, വളരെ 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 കുറവാണ് അല്ലേ. ഓക്കെ, അതേപോലെ നോക്കി കുടുംബത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. അതൊക്കെയാ അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കൽ. ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ്, കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലേ. ഇപ്പോൾ ഇന്നത്തെ തലമുറയിൽ കുറഞ്ഞു വരുന്ന സാധനം ഏതാണ്, അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കൽ. ഇത് കുറഞ്ഞു വരുവാണ്. കാര്യം എന്താണ്, കുടുംബത്തിൻ്റെ ബന്ധവും കുറയുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അടുത്ത് നോക്കി സാർവലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ സവിശേഷതകൾ ഓർത്ത് വെക്കണം. സാർവലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ്. മനസ്സിലായല്ലേ. അപ്പം LDC എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കത്തൊന്നുമില്ല. അപ്പം നമ്മുടെ LP UP എക്സാമിന് എന്ത് ചെയ്യാം, ചിലപ്പം താഴെ പറയുന്ന പോലെ ഏതാണ് ഇതിൽപ്പെടാത്തത് അല്ലേ, കുടുംബത്തിൻ്റെ സവിശേഷതയിൽപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്താണ്, സാർവലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവ ഏതിൻ്റെ പ്രത്യേകതയാണ്, കുടുംബത്തിൻ്റെ അല്ലേ, ഫാമിലിയുടെ പ്രത്യേക സവിശേഷതയാണ്. അടുത്ത് നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഏതാണ്, കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ആരാണ്, ഒക്ബേൺ ആണ്. ഒക്ബേൺ മറക്കരുത്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞ ആരാണ്, ഒക്ബേൺ. മറക്കരുത്. അപ്പോൾ ഇത്രയുമാണ് മൂന്നാമത്തെ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ഇതൊക്കെ തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ചാപ്റ്റർ നോക്കാം. കരുതലോടെ ചെലവിടാം. ചാപ്റ്ററിന് പേരെന്താണ്, 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിൻ്റെ SSCRT ടെക്സ്റ്റ് ബുക്കിലെ കരുതലോടെ ചെലവിടാം. അതായത് എന്താണ്, വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊന്നാണ് തൊഴിൽ. അപ്പോൾ തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്, വരുമാനം ലഭിക്കുന്ന സാമ്പത്തിക പ്രവർത്തനമാണെന്ത് അല്ലേ, തൊഴിൽ എന്ന് പറയുക. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുക, വരുമാനം ലഭിക്കുന്ന അല്ലേ ഒരു പ്രവർത്തനമാണെന്ത്, തൊഴിലെന്ന് മനസ്സിലാക്കുക. അടുത്ത് നോക്കി, പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുക്കളോ ആണ് വരുമാന സ്രോതസ്സ്. അപ്പോൾ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നതാണ്, പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സ്. ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷത അറിയപ്പെടുന്ന പേരാണ് മിതവ്യയശീലം എന്ന് പറയും. അപ്പം മിതവ്യയശീലം എന്താണെന്ന് ഒന്ന് ഓർത്തിരിക്കണം. എന്താണ്, ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയ്ക്ക് പറഞ്ഞ പേരാണിത് മിതവ്യയശീലം എന്ന് പറയും. ഓർത്തിരിക്കണേ. അടുത്ത് നോക്കൂ, ഒരു കുടുംബത്തിലെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതിന് പറഞ്ഞ പേരാണിത് കുടുംബ ബജറ്റ്. കുടുംബ ബജറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു കുടുംബത്തിലെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതിന് പറഞ്ഞ പേരാണിത് കുടുംബ ബജറ്റ് അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം, ചില കുടുംബങ്ങളിൽ വരുമാനം കുറവായിരിക്കും, പക്ഷേ അവരുടെ ജീവിതം അടിപൊളിയായിരിക്കും അല്ലേ. ചില കുടുംബങ്ങളിൽ വരുമാനം കൂടുതലായിരിക്കും, പക്ഷേ എന്ത് ചെയ്യും, അവർ കഷ്ടപ്പാടോട് ജീവിക്കുമായിരിക്കും. കാര്യം കിട്ടുന്ന പൈസ എന്ത് ചെയ്യും, ആദ്യം കാണുന്ന കാര്യത്തിന് അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. പിന്നെ വരുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് അടുത്ത കാര്യത്തിന് കാശ് ഉണ്ടാകത്തില്ല അല്ലേ. അപ്പം നമ്മളൊരു ഇപ്പം അധികം കാശൊന്നും ഇല്ലാത്തവരല്ലേ, ഭംഗിയായിട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുടുംബ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ഭംഗിയോടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റവും ആദ്യം മുൻഗണന കൊടുത്ത് അല്ലേ, അങ്ങനെയല്ലേ ബഡ്ജറ്റ് തയ്യാറാക്കുക. അപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തത് മുൻഗണന കൊടുത്ത് ആദ്യത്തിന് മാറ്റി വയ്ക്കുക. എക്സാമ്പിൾ നോക്കി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഫിലിം കാണുക എന്നതൊരു ആവശ്യമാണ്, പക്ഷേ കുറച്ച് കാശ് നമുക്ക് കിട്ടിയാൽ നമ്മൾ ആദ്യം ഫിലിം കണ്ടേക്കാം. അങ്ങനെയാണോ? അല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വീട്ടു ചിലവിനുള്ള കാശ് എന്ത് ചെയ്യണം, മാറ്റി വെക്കണം, അല്ലെ കുട്ടികളുടെ പഠനം അല്ലേ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ആദ്യം വെച്ചിട്ട് ബാക്കി ഇമ്പോർട്ടൻ്റ് കുറഞ്ഞ കാര്യം പുറകോട്ട് മാറ്റി വെക്കുക അല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതിന് പറഞ്ഞ പേരാണെന്ത് കുടുംബ ബജറ്റ് എന്ന് പറയുക അല്ലേ. അടുത്ത് നോക്കൂ, ഒരു പ്രത്യേക പ്രവർത്തനത്തിൻ്റെയോ പരിപാടിക്കോ വേണ്ടി മാത്രം തയ്യാറാക്കുന്ന വരവ് ചില കണക്കിന് പറഞ്ഞ പേരാണിത് പ്രവർത്തന ബഡ്ജറ്റ്. അപ്പം രണ്ട് തരം ബഡ്ജറ്റ് നമ്മളിപ്പോൾ ഇപ്പോൾ ചാപ്റ്റർ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്താണ്, കുടുംബ ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് ഒരു കുടുംബത്തിലെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി തയ്യാറാക്കി സൂക്ഷിക്കുന്നതിന് പറഞ്ഞ പേരാണിത് കുടുംബ ബഡ്ജറ്റ് അല്ലേ. അതെ. എന്നാലോ ഒരു പ്രത്യേക പ്രവർത്തനത്തിനോ പരിപാടിക്കോ വേണ്ടി മാത്രം, ഒരു പ്രത്യേക പ്രവർത്തനത്തിന് മാത്രം നമ്മൾ തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കിന് പറഞ്ഞ പേരാണിത് പ്രവർത്തന ബഡ്ജറ്റ് അല്ലേ. അടുത്ത് നോക്കി, ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. BSc ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരുന്നോണേ. അടുത്ത് നോക്കൂ, മെച്ചപ്പെട്ട ജീവിതം നിലനിർത്തുന്നതിനോടൊപ്പം
ഭാവിയിലുണ്ടാകുന്ന ചെലവുകൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന സാഹചര്യത്തിന് പറഞ്ഞ പേരാണിത് സാമ്പത്തിക സുരക്ഷിതത്വം. അപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നതാണ് മെച്ചപ്പെട്ട ജീവിതം നമ്മൾ എന്ത് ചെയ്യണം, നിലവിൽ നയിക്കുകയും വേണം. ഭാവിയിലുണ്ടാകുന്ന ചെലവുകൾ എന്ത് ചെയ്യണം, നിറവേറ്റാൻ നമുക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയാം. അല്ലാതെ ഇന്നത്തെ കാര്യം മാത്രം അടിപൊളിയായി നടക്കുന്നതിന് പറയുന്ന പേരല്ലെന്ത് സാമ്പത്തിക സുരക്ഷിതത്വം. ഇന്നത്തെ കാര്യം അടിപൊളി നടക്കണം. നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യാം, ഒരു കാര്യം ഉണ്ടായാൽ പെട്ടെന്ന് നമ്മൾ നേരിടാൻ എന്ത് ചെയ്യാം, നമുക്ക് സാമ്പത്തിക സെറ്റപ്പ് കറക്റ്റ് ആണെങ്കിൽ ഇതിന് പറഞ്ഞ പേരാണെന്ത് സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയും. ഓക്കെ, അടുത്തതാണെന്ത് ഒരുപാട് തവണ PSC ചോദിച്ചൊരു സാധനമാണെന്ത്, ഏതാണ് ഒരു ചോദ്യമാണ് ഇത് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റുന്നതിനില്ലതാനും എന്ന് പറഞ്ഞതാരാണ്, ഗാന്ധിജിയാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മര്യാദയ്ക്ക് ജീവിക്കാനുള്ള സെറ്റപ്പുകൾ എന്ത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലേ. എന്താ നമ്മുടെ അത്യാഗ്രഹത്തിനുള്ള പരിപാടി നടത്താനുള്ള സാധനം ഭൂമിയിലില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ വാക്കൊന്ന് ഓർത്തിരിക്കുക, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ചാപ്റ്ററും ഒരു എന്താ പറയുക, ഒരു കോട്ട് പഠിച്ചായിരുന്നു. ഏതാണ്, കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മമെന്ന് പറഞ്ഞാലാണ് ഒക്ബേൺ. അപ്പോൾ ഈ രണ്ട് കോട്ടുകളും അല്ലേ, ഒക്ബേണിൻ്റെയും ഗാന്ധിജിയുടെയും കോട്ടുകൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. രണ്ടും മുൻകാല LPUP എക്സാമിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പം ഇത്രയും ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഉപകാരപ്രദമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.